തലയോട്ടിക്ക് വെളിയിൽ സംഭവിക്കുന്ന രോഗമാണ് ബെൽസ് പാൽസി. അതുകൊണ്ട് തന്നെ ഇതിന് സ്ട്രോക്കുമായി ഒരു ബന്ധവുമില്ല. രോഗം ബാധിക്കാത്ത ഭാഗത്തേക്ക് ചുണ്ടുകൾ കോടിപ്പോവുകയും രോഗം ബാധിച്ച ഭാഗത്തെ കണ്ണു അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നതാണ് പ്രധാന ലക്ഷണം. മുഖത്തെ ഓരോ വശത്തെയും പേശികളെ ചലിപ്പിക്കുന്ന സെവൻത് ക്രേനിയൽ നെർവ് എന്ന ഞരമ്പിന്റെ പ്രവർത്തന അപാകത കൊണ്ടാണ് ബെൽസ് പാൽസി പ്രത്യക്ഷപ്പെടുക. ബെൽസ് പാൽസിയുടെ ചികിത്സയിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതിലൂടെ മുഖത്തിന്റെ പേശികളുടെ ശക്തിയും തുല്യതയും പ്രവർത്തനക്ഷമതയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ഫിസിയോതെറാപ്പി എത്ര വേഗം ആരംഭിക്കുന്നുവോ അത്രയും പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടും. ഫിസിയോതെറാപ്പിയിലൂടെ മുഖം വീണ്ടെടുക്കുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ചികിത്സ തുടങ്ങുന്നത് പേശികൾക്ക് ബലക്ഷയം വരാതിരിക്കാൻ സഹായിക്കും. ഫിസിയോതെറാപ്പിയിലുള്ള ഫേഷ്യൽ എക്സസൈസുകൾ മുഖത്തിലെ പേശികളെ ശക്തിപ്പെടുത്തുകയും സമാനമായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു. മിറർ തെറാപ്പി, കണ്ണാടി നോക്കി ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് പേശികളുടെ ശക്തി വീണ്ടെടുക്കാനും ഒരു ഫീഡ്ബാക്ക് നൽകുന്നതിനും സഹായിക്കുന്നു. മസാജ് തെറാപ്പി, ഇത് മുഖത്തിലെ പേശികളിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, ഇത് മുഖത്തിലെ പേശികളെയും നാഡികളെയും ഉത്തേജിപ്പിച്ച് പേശി ചലനം സാധ്യമാക്കുന്നു. ശ്രദ്ധിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ബെൽസ് പാൽസിയെ നേരിടാം.